ഹായ് അസ്സലാമു അലൈക്കും. കിസിൽ ക്യൂസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഓർഡറിൻ്റെ ഇങ്ങനെ ഇത് വീഡിയോ ഒന്നല്ല, ഞാൻ സെയിൽ ചെയ്യുന്ന മോമോസിൻ്റെ റെസിപ്പി കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദ നമ്മൾ സാധാരണ ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്നില്ലേ, അതുപോലെ തന്നെ വെള്ളത്തിൽ തന്നെ ഉപ്പ് കലക്കിയിട്ടിട്ട് കുഴക്കൽ, വേറെ പൊടിയിലേക്ക് ഇട്ടിട്ടല്ല കുഴക്കൽ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ശരിക്ക് കിട്ടുന്നത്. അപ്പോൾ കുഴച്ച് കഴിഞ്ഞിട്ടല്ലേ അതിൽ കുറച്ച് എണ്ണ തടവിയിട്ട് കയ്യിലേക്ക് ഇങ്ങനെ തടവിയിട്ടല്ല ഒന്ന് ഫുള്ളാക്കിയിട്ടിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് മൂടി വെക്കണം. ഫസ്റ്റ് ചപ്പാത്തിക്ക് ഇങ്ങനെ കുഴക്കും പോലെ മൈദ കുഴച്ചിട്ട് വെക്കാം. അപ്പോൾ എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് അങ്ങനെ വെക്കാം. പിന്നെ അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കാം. മോമോസിൻ്റെ ഫില്ലിങ് ഉണ്ടാകുന്നില്ലേ, ഇത് 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചിട്ടെടുത്തത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടില്ല, അതിലേക്ക് ഒരു മീഡിയം ഉള്ളി ഇല്ലേ, ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് മുട്ട ഓംലേറ്റിലേക്കെല്ലാം ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇടുന്നില്ലേ, അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇടണം. പിന്നെ ഒരു പച്ചമുളക് അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇടണം. പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ സ്പ്രിങ് ഓണിയൻ കിട്ടുന്നുണ്ടെങ്കിൽ അതും ഇടാം. അത് നല്ല ടേസ്റ്റാണ്. ഇടലുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ കിട്ടിയെങ്കിൽ ഞാൻ ഇടൽ. പിന്നെ ഇതിലേക്ക് ഇടുന്നത് 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ്, പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കണം. അപ്പോൾ പിന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് പിന്നെ 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, പിന്നെ ഉപ്പ് ആവശ്യത്തിന് അപ്പോൾ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. 1/4 ടീസ്പൂൺ വേണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. പിന്നെ 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാ അല്ലെങ്കിൽ പാം ഓയില, അത് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കണ്ട. അപ്പോൾ ഇനി ഇതെല്ലാം നല്ല പാങ്ങലല്ല ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കണം. നല്ല പാങ്ങല കൈനോടാക്കിയെങ്കിൽ നല്ലത്, നല്ല ഫുള്ള് മിക്സാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതാ മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുഴച്ചിട്ട് വെച്ച ഇതില്ലേ, മൈദ കുഴച്ചിട്ട് വെച്ചിട്ടില്ലേ, അത് ഒന്ന് ചപ്പാത്തിക്ക് ഇതാക്കാൻ പോലെ ഒന്ന് പരത്തിയിട്ട് എടുക്കണം. ചപ്പാത്തി പരത്തും പോലെ അത്ര തിന്നാക്കിയിട്ട് എടുക്കണ്ട, ചപ്പാത്തിക്ക് പോലെ കുറച്ച് ഇതാക്കണം. പിന്നെ അന്ന് ചപ്പാത്തി പരത്തും പോലെ പരത്തിയിട്ട് ഇത് ഞാനൊരു ഇതിൻ്റെ ടിന്നിൻ്റെ മൂടി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിൽ ഇത്ര ഇത് എടുക്കണം, ചെറുതായി പോണ്ട. ഇനി ഇതൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക. നല്ലോണം തിന്നാവാനും പാടില്ല, തിക്കാവാനും പാടില്ല. ഈ ചപ്പാത്തി തിക്കാകുമ്പോൾ ഉറപ്പായിപ്പോൾ നല്ല കട്ടിയായിപ്പോവും മോമോസ് എല്ലാവരും തിന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ഷോപ്പിൽ നിന്നെല്ലാം മേങ്ങിയിട്ട്. അപ്പോൾ അറിയാമല്ലോ നമുക്ക് എത്ര ഇതിൽ കിട്ടുന്നതെന്ന്. തിന്നായിപ്പോയെങ്കിലല്ലേ ഒട്ടിയിട്ട് പൊട്ടിപ്പോകുന്നു. അപ്പോൾ അങ്ങനെയും ആക്കണ്ട. അപ്പോൾ ഇതെല്ലാം ഫസ്റ്റ് ഒന്ന് എല്ലാം പരത്തിയിട്ട് എടുക്കുക. ഇത് ഇങ്ങനെ ആക്കിയിട്ടായിട്ട് എല്ലാം എടുത്തിട്ടായിട്ട് ബാക്കിയുള്ള ഈ മാവില്ലേ, പിട്ടില്ലേ, അതിനെ രണ്ടാമത് കുഴച്ചിട്ട് ഒന്ന് ഇതാക്കിയിട്ട് അതിൽ പരത്തിയിട്ട് എടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്കെല്ലാം മോമോസ് ഉണ്ടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ വലിയ ചപ്പാത്തി പരത്തിയെങ്കിൽ ഇത് കുറേ ആക്കിയിട്ട് ഞാനിപ്പോൾ എനിക്ക് 4 കിട്ടീനെ, അങ്ങനെ കുറേ ആക്കിയിട്ട് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് നമുക്ക് എത്ര കഴിയുന്നത് പരത്താൻ കഴിയുന്നത് അങ്ങനെ പരത്തിയിട്ട് എടുക്കാം. അപ്പോൾ 4 ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ബാക്കി നമുക്ക് ബാക്കിയുള്ളതിലേക്ക് കുഴച്ചിട്ട് അതിൽ പരത്തിയിട്ട് എടുക്കണം. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് എടുക്കാം. നല്ല തിന്നിലുണ്ട്. അപ്പോൾ ഈ 4ലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് എങ്ങനെ നമുക്ക് ഫില്ലിങ് എത്ര വെക്കാൻ കഴിയുന്ന 1.5 ടീസ്പൂണ് വെച്ച് കൊടുക്കുക. കൂടുതലായെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇതാക്കുന്നില്ലേ, മോമോസിൻ്റെ ആ ഷേപ്പ് ആക്കുന്നില്ല, അപ്പോൾ പുറത്ത് വരും, ആ ഫില്ലിങ് പുറത്ത് വരും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുമ്പോൾ അതെല്ലാം സ്റ്റീം ചെയ്യുമ്പോൾ എല്ലാം ഫ്രൈ ആക്കുമ്പോൾ എല്ലാം ഇതിൻ്റെ ഫില്ലിങ് പുറത്ത് വരും പൊട്ടിയിട്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ ആ ഷേപ്പ് ഉണ്ടാകുന്നില്ല, മോമോസിന് പല ഷേപ്പും ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഷേപ്പാക്കുന്നത് ഈ ഞെറി ഇടുന്നില്ല, നമുക്ക് സാരിക്ക് ഞെറിയെല്ലാം ഇടുന്നില്ലേ, അതുപോലെ ഞെറി ഇട്ടിട്ട് എടുക്കല്. പിന്നെ ഇതിനെ ഞെറിയിട്ടിട്ടായിട്ട് ഇങ്ങനെ റൗണ്ടാക്കുന്നതും ഉണ്ട്. അപ്പോൾ പലതരത്തിൽ നമുക്ക് യൂട്യൂബിൽ നോക്കിയെങ്കിൽ ഏത് ഷേപ്പിലാവാണെങ്കിലും ആക്കിയിട്ട് എടുക്കാം. നമുക്ക് അതിന് ഫസ്റ്റെല്ലാം കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ എല്ലാം നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, നമുക്ക് ഏത് കാര്യവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് അത് ഇതാകുന്നില്ലേ, അങ്ങനെ ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ ഈ ഷേപ്പിൽ ഞാൻ ഉണ്ടാക്കൽ. അപ്പോൾ പിന്നെ ഇങ്ങനെ 2 സൈഡും കൊടുത്തിട്ട് ഒട്ടിച്ചെങ്കിൽ ഇതിങ്ങനെ റൗണ്ടിലായി. അപ്പോൾ നമ്മളെ ഇഷ്ടം പോലെ നമുക്ക്
മോമോസ് ഉണ്ടാക്കുക. നമ്മൾ ഏത് ഷേപ്പിൽ വേണം ആ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ട് ഇതാ ഞാനിപ്പോൾ കുറേ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് കൊടുക്കാനുള്ള ഫ്രോസൺ കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഫ്രോസൺ ഇതാ ഫ്രീസറിൽ എങ്ങനെ വെച്ചിട്ട് നോക്കുക, ഷീറ്റ് വരച്ചിട്ടല്ല ഇങ്ങനെ ഒട്ടിപ്പോണ്ടാവും, ഒന്നിനൊന്ന് ഒട്ടാതെ തന്നെ വെക്കണം. അപ്പോൾ ഒട്ടാതെ വെച്ചിട്ട് അത് ഞാൻ ഇതാക്കിയിട്ട് ഫ്രോസൺ ആക്കാൻ. ഇത് പിന്നെ കുറച്ച് ഞാൻ എന്താക്കിയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് തന്നെ തിന്നാനും വേണ്ടിയിട്ട് ഈവനിങ്ങിൽ തിന്നാനും വേണ്ടിയിട്ട് കുറച്ച് സ്റ്റീമാക്കി. അപ്പോൾ സ്റ്റീമാക്കുന്ന സമയത്തല്ല കുറച്ച് ഓയിൽ തടവിയിട്ടിട്ട് മോമോസ് വെക്കണം, ഇല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുക ഈ പാത്രത്തിലേക്ക്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ മോമോസ് ഒരു 15 മിനിറ്റ് ആകുമ്പോൾ നല്ല സ്റ്റീമായിട്ട് വരും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോമോസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനിത് സോസ് ഉണ്ടാക്കിയത് മയണൈസും ഷെസ്വാൻ സോസും കെച്ചപ്പും 3 മിക്സ് ആക്കിയിട്ട്, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇങ്ങനെ ആക്കിയെങ്കിൽ. പിന്നെ ഇതിൻ്റെ തന്നെ സോസ് ഉണ്ട് വേറെ, അത് ഞാൻ ഇൻഷാല്ലാ ഇനി ഒരിക്കൽ കാണിച്ചു തരാം. അത് കുറച്ച് പണിയുണ്ട് ഇത് ഉണ്ടാക്കാൻ, അരക്കാനും മുളക് തിളപ്പിച്ചിട്ട് അരക്കാനെല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും മോമോസ് ഉണ്ടാക്കുന്ന അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രോസൺ ആക്കിയിട്ടും ഫ്രൈ ആക്കിയിട്ട് അല്ലെങ്കിൽ സ്റ്റീം ചെയ്തിട്ടെല്ലാം കൊടുക്കാം. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി റെസിപ്പി ആർക്കെങ്കിലും വേറെ റെസിപ്പിയെല്ലാം വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ഇടാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാൽ നമ്പറുണ്ട്, ചോദിക്കുക, ഡൗട്ട് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുക, വിളിക്കുക ഏത് സമയത്തും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതുവരെ ടാറ്റാ.